ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുമസ് ഒരുക്ക പ്രാർത്ഥന 25-ാം ദിവസം. വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ ജനനം. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ക്രിസ്തുമസ് ദൈവം മനുഷ്യനു വേണ്ടി പിള്ളക്കച്ച ഒരുക്കിയ ദിവസമാണ്. ഏകപുത്രനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിൽ മനുഷ്യനെ ശ്രേഷ്ഠനായി കണ്ടതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. അപരൻ്റെ ജീവിതത്തിൽ രക്ഷകനാകാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ പിറക്കുവാൻ ദൈവം നിനക്ക് പിള്ളക്കച്ച ഒരുക്കും. സ്വാർത്ഥതയുടെ മതിൽക്കെട്ടുകൾ പൊളിച്ച് നിന്റെ മനസ്സിൻ്റെ പടിക്കലിരിക്കുന്ന പ്രതീക്ഷ നശിച്ച മനുഷ്യ ഹൃദയങ്ങളിൽ രക്ഷകനായി ജന്മമെടുക്കുവാൻ ദൈവം നിനക്ക് പുൽക്കൂടൊരുക്കും. ക്രിസ്തുമസ് ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മയാണ്, ആഘോഷമാണ്. ആരാധനക്രമ വത്സരത്തിൽ ആണ്ടിലൊരിക്കൽ മാത്രം ഓർക്കുന്ന ഒരു ക്രിസ്മസ് ആകാതെ അനുദിനം പ്രതീക്ഷ പറ്റിയവരുടെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയവരുടെ നൊമ്പരങ്ങളിൽ പ്രതീക്ഷയുടെ പുതുനിലാവായി, പ്രകാശത്തിൻ്റെ പ്രത്യാശതാരമായി, ആനന്ദഗാനമാലപിക്കുന്ന മാലാഖിയായി, വാഗ്ദാനങ്ങൾ നൽകുന്ന ദൈവദൂതരായി പ്രത്യക്ഷപ്പെടുവാൻ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉണ്ണീശോയ്ക്ക് നമ്മുടെ കരങ്ങളിൽ സ്വാഗതമേകുക, നമ്മുടെ ഹൃദയത്തിൽ വിശ്രമിക്കാൻ അനുവദിക്കുക. ഇതാണ് ക്രിസ്തുമസ് ദിനത്തിൽ നാം അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്. ക്രിസ്തുമസ് ദിനങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് ഹൃദയങ്ങളിൽ വിശ്രമിക്കാൻ അനുവദിച്ചാൽ ക്രിസ്തുമസ് അനുഗ്രഹീതമാകും. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം എന്ന അത്ഭുതമാണ് ലോകത്തിന് ഗ്രഹിക്കാൻ ഇനിയും സാധിക്കാത്തത്. അത് ദൈവസ്നേഹത്തിൻ്റെ മഹാത്ഭുതമാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ദൈവത്തിൻ്റെ അനന്തസ്നേഹത്തിൻ്റെ അത്ഭുതം വീണ്ടും കണ്ടെത്താൻ ക്രിസ്തുമസ് കാലം നമ്മെ പ്രാപ്തരാക്കട്ടെ. ദൈവസ്നേഹം മാംസം ധരിച്ചത് പുൽക്കൂട്ടിൽ ദർശിച്ച ആട്ടിടയന്മാർ അത്ഭുതപ്പെടുകയും നന്ദി അർപ്പിക്കുകയും ചെയ്തതുപോലെ
നമുക്കും തിരുപ്പിറവിയുടെ ഔദാര്യത്തിൽ വിസ്മയഭരിതരാകാം. ഉണ്ണീശോയുടെ ഹൃദയം സ്വന്തമാക്കിയ, ഹൃദയം കീഴടക്കിയ ബത്ലഹേമിലെ ആട്ടിടയന്മാരെ പോലെ തിരുപ്പിറവിയുടെ പുണ്യദിനങ്ങളിൽ എളിമയും വിശ്വാസവും ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ വിരിയട്ടെ. അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും നമുക്ക് ആശംസിക്കാം. ഉണ്ണീശോയെ എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും ജീവിതത്തിലും വന്ന് പിറക്കണമേ. ഉണ്ണീശോയെ എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും ജീവിതത്തിലും വന്നു പിറക്കണമേ. ഉണ്ണീശോയെ എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും ജീവിതത്തിലും വന്നു പിറക്കണമേ. ആമേൻ.